ഹലോ, കുഞ്ഞുങ്ങൾക്കുള്ള ഒരു പട്ടുപാവാടയുടെയും ബ്ലൗസിൻ്റെയും സ്റ്റിച്ചിങ് നമുക്കൊന്ന് നോക്കാം. ബ്ലൗസ് തയ്ക്കാൻ വേണ്ടിയുള്ള തുണി നമുക്കിങ്ങനെ 4ആയിട്ട് മടക്കിയിടാം. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് അളവിനുള്ള ഉടുപ്പ് വെച്ചിട്ട് മാർക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് തയ്ക്കാനുള്ളതിന് വേണ്ടി സീം അലവൻസ് ഒരു 1/2 ഇഞ്ചും കൂടി എക്സ്ട്രാ ആഡ് ചെയ്ത് അതിൻ്റെ മുകളിൽ കൂടെ ഒന്നും കൂടി വരച്ചിട്ട് അത് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ ഫ്രണ്ടും ബാക്കും കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കിലത്തെ പീസ് കൊളുത്തിന് വേണ്ടി നടുവേ ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കൊളുത്ത് വെക്കാൻ വേണ്ടി 2 പീസ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. ഒരെണ്ണത്തിന് 1 ഇഞ്ച്, മറ്റത് 2 ഇഞ്ച് വീതിയിലാണ് കട്ട് ചെയ്തേക്കുന്നത്. ഇനി ഫ്രണ്ട് പീസ് മാത്രം എടുത്തിട്ട് കൈക്കുഴിയുടെ അവിടെ ഇങ്ങനെ ഒരു 1/2 ഇഞ്ച് അകത്തോട്ട് കയറ്റി കട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്ക് കഴുത്ത് തയ്ക്കാൻ വേണ്ടി നമ്മുടെ ഫ്രണ്ട് പീസ് വെട്ടിയത് ഇങ്ങനെ തുണിയുടെ മുകളിലിട്ടിട്ട് ആ കേവ് ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് 1 ഇഞ്ച് അതിൻ്റെ താഴത്തായിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പം നമുക്ക് ഫ്രണ്ടിനും ബാക്കിനുള്ള 2 പീസ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം അടിയൊന്ന് മടക്കി അടിക്കുക ഇതിൻ്റെ. എന്നിട്ട് നല്ല വശവും ഒരുമിച്ച് വരുന്ന രീതിയിൽ കഴുത്തിൻ്റെ മുകളിലായിട്ട് വെക്കുക. എന്നിട്ട് ബോർഡറിൽ കൂടെ ചേർത്തൊരു സ്റ്റിച്ച് കൊടുത്തെടുക്കുക ഇങ്ങനെ. ഇനി നമ്മളിത് അകത്തോട്ട് മടക്കിയിട്ട് അതിൻ്റെ മുകളിലൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കണം. ഇങ്ങനെ അകത്തോട്ട് മടക്കിയിട്ട് മുകളിൽ കൂടെ ഒരു സ്റ്റിച്ചും കൂടി കൊടുത്തെടുക്കണം. ഇതിപ്പോൾ അങ്ങനെ മുകളിൽ കൂടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്രണ്ട് കഴുത്തിനും ബാക്ക് കഴുത്തിനും ഇതുപോലെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇനി നമുക്ക് കൊളുത്ത് വെക്കാൻ വേണ്ടിയുള്ള ഭാഗം തയ്ക്കാൻ വേണ്ടി 1 ഇഞ്ച് വീതിയിൽ ഇങ്ങനെ ഒരു പീസ് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ടത് നല്ല വശത്ത് വെച്ചിട്ട് അരികിങ്ങനെ അടിച്ചു കൊടുക്കുക. മുകളിൽ കൂടെ അരികു ചേർത്ത് ഇങ്ങനെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുത്ത ശേഷം ഇതിങ്ങനെ ബാക്കിലോട്ട് മടക്കുക. മുകൾ ഭാഗം ഇങ്ങനെ അകത്തോട്ട് മടക്കിയിട്ട് സൈഡും 2ആയിട്ട് മടക്കി അകത്തോട്ട് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കൂടെ നമുക്കൊരു സ്റ്റിച്ച് ഇട്ട് കൊടുത്തെടുക്കാം. ഇനി കൊളുത്തിൻ്റെ മറ്റേ സൈഡ് പിടിപ്പിക്കാനായിട്ട് ബാക്ക് സൈഡ് തിരിച്ചിടുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ തുണി വെച്ച് ഇങ്ങനെ സൈഡിൽ കൂടെ അടിച്ചെടുക്കുക. അതിനുശേഷം അത് ഫ്രണ്ടിലോട്ട് മടക്കിയിട്ട് മോൾ ഭാഗം ഇങ്ങനെ മടക്കുക. അരിക് ഒരു തവണ മടക്കിയിട്ട് ഹാഫാക്കി മടക്കി ഇങ്ങനെ മുകളിലോട്ട് വെക്കുക. അതിനുശേഷം അതിൻ്റെ മുകളിൽ കൂടെ നമുക്കൊരു സ്റ്റിച്ചിട്ട് കൊടുത്തെടുക്കാം. കഴുത്തും ബാക്ക് സൈഡും തയ്ച്ച് കഴിയുമ്പോൾ നമുക്ക് നല്ല വശങ്ങൾ രണ്ടും ഒരുമിച്ച് വെച്ചിട്ട് ഷോൾഡർ അറ്റാച്ച് ചെയ്തെടുക്കുക. ഇങ്ങനെ കൈക്കുഴിയുടെ വീതി ഇങ്ങനെ അളവ് തുണിയിൽ നിന്ന് തന്നെ എടുത്തിട്ടുണ്ട്. 5.5 ഇഞ്ചാണ് ഇപ്പോൾ എടുത്തേക്കുന്നത്. അതിൻ്റെ കൂടെ ഒരു 1.5 ഇഞ്ചും കൂടി കൂട്ടി 7 ഇഞ്ചിൽ ഞാൻ മടക്കിയിട്ടിട്ടുണ്ട്. ഈ 1.5 ഇഞ്ച് നമുക്ക് പഫിന് വേണ്ടി ഇച്ചിരി മടക്കാൻ എക്സ്ട്രാ വേണമല്ലോ, അതിന് വേണ്ടി എടുത്തേക്കണതാണ്. ഇപ്പോൾ ഇവിടെ മാർക്ക് ചെയ്തേക്കുന്ന പോലെ മാർക്ക് ചെയ്തു. 1.5 ഇഞ്ച് വിട്ടിട്ട് ഒരു ലൈൻ വരച്ചു. ആ ലൈൻ്റെ അപ്പുറത്തോട്ടാണ് ഇനി കൈയുടെ മാർക്കിങ് ചെയ്യണത്. ഇവിടെ കൈയുടെ ഇറക്കം ഞാൻ 4 ഇഞ്ച് എടുത്തേക്കുന്നത്. തയ്യൽ തുമ്പും പിന്നെ എക്സ്ട്രാ പഫ് വരുമ്പോൾ ആ പൊങ്ങി വരുന്നതിനെയും കൂടി കാൽക്കുലേറ്റ് ചെയ്തിട്ട് 4 ഇഞ്ചാണ് എടുത്തേക്കുന്നത് കൈയുടെ ഇറക്കം. മറ്റേ അറ്റത്ത് ഒരു 2 ഇഞ്ച് ഇറക്കി ഒരു പോയിൻ്റ് മാർക്ക് ചെയ്തു. എന്നിട്ട് ആ പോയിൻറ്റും 1.5 ഇഞ്ചിൻ്റെ വന്ന് നിന്ന് ആ വരച്ച വരയുടെ അവിടെ വരെ ഒരു വര വരച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കേർവ് ചെയ്ത് വരച്ചു കൊടുത്തു, കൈ വെട്ടണ ആ ഷേപ്പിന് വേണ്ടി. എന്നിട്ട് അടിയിൽ ഒരു 3/4 ഇഞ്ച് ഇറക്കി ഒരു പോയിൻ്റ് ഇട്ടിട്ട് ആ 2 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ നിന്ന് താഴോട്ടൊരു ലൈൻ വരച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത്രയും മാർക്ക് ചെയ്തിട്ട് നമുക്കിനി ഇത് കട്ട് ചെയ്തെടുക്കാം. 2 കൈയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി പഫ് ഇടുന്നത് എവിടെ നിന്ന് തൊട്ട് എവിടം വരെ വേണമെന്ന് അറിയാൻ വേണ്ടി ആ 1.5 ഇഞ്ച് മാർക്ക് ചെയ്തില്ലായിരുന്നു, മടക്കി വെച്ചിട്ട് അവിടെ നിന്ന് ജസ്റ്റ് കത്രിക വെച്ച് ഇങ്ങനെ മുറിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി പഫ് എവിടം തൊട്ട് എവിടം വരെയാണ് ഇടേണ്ടതെന്ന് അറിയാൻ പറ്റും. ഇനി കൈയുടെ അടിയിൽ മടക്കി അടിക്കാൻ വേണ്ടി ഞാൻ ഇതുപോലെ 2 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, 1 ഇഞ്ച് വീതിയുടെ. നമുക്ക് കൈ അറ്റാച്ച് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഞാൻ ആദ്യം എന്താ ചെയ്യണമെന്ന് വെച്ചാൽ പഫ് ഇങ്ങനെ മടക്കിയിട്ട് അതൊന്ന് ആദ്യം സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ആ 2 മാർക്ക് ചെയ്ത 2 പോയിൻറ്റിലും ഇങ്ങനെ പഫ് പിടിച്ചിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ജസ്റ്റ് ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുത്തെടുക്കുക. അതിന് മുമ്പ് അടിയിൽ ആ കട്ട് ചെയ്ത പീസ് നമുക്ക് അറ്റാച്ച് ചെയ്യാം. ആദ്യം അരികൊന്ന് അടിച്ചു കൊടുക്കുക. എന്നിട്ട് 2ആയിട്ട് മടക്കി തിരിച്ചിങ്ങനെ വെച്ചിട്ട്
അതിൻ്റെ മുകളിൽ കൂടെ നമുക്ക് ഒരു സ്റ്റിച്ചും കൂടി ഇട്ട് കൊടുത്തെടുക്കാം. അപ്പോൾ ഈ അറ്റത്ത് വെച്ചേക്കണ പട്ട നമുക്ക് കാണുന്ന രീതിയിൽ മടക്കി വെച്ചിട്ട് അടിച്ചെടുക്കണം. ഞാനിപ്പോൾ അടിയിലത്തെ ആ പീസും അടിച്ചു, പഫും ജസ്റ്റ് ഇങ്ങനെ മടക്കി വെച്ചിട്ട് മുകളിൽ കൂടി ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഷോൾഡറിലോട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. സെൻറ്റർ പോയിൻറ്റ് കറക്റ്റായിട്ട് ഷോൾഡറിൻ്റെ അറ്റാച്ച് ചെയ്തേക്കണം അവിടെ വെച്ചിട്ട് സൈഡിലോട്ട് അടിച്ചു കൊടുത്തെടുക്കുക. എന്നിട്ട് തിരിച്ച് സെൻറ്റർ വരെ അടിച്ചിട്ട് മറ്റേ സൈഡിലോട്ടും അടിച്ചു കൊടുത്തെടുക്കുക. ഞാനിപ്പോൾ ഇവിടെ അടിച്ചു കൊടുക്കുമ്പം ആ പട്ട വെച്ചേക്കുന്നതിലോട്ട് ചെരിച്ച് കയറ്റി അടിച്ചാണ് എടുത്തേക്കുന്നത്. ഇപ്പോൾ ഇവിടെ വീഡിയോയിൽ കാണാം, ഇങ്ങനെ ചെരിച്ച് കയറ്റിയാണ് എടുത്തേക്കുന്നത്. ഇതിൽ കണ്ടില്ലേ, അറ്റം ഇങ്ങനെ കയറ്റിയാണ് അടിച്ചേക്കുന്നത്. ഇത്രയും അടിച്ച് കഴിയുമ്പം നമ്മുടെ കൈ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് രണ്ട് സൈഡും എത്ര ഷേപ്പ് എന്ന് വെച്ചാൽ മാർക്ക് ചെയ്തേക്കണതിൻ്റെ അവിടെ വെച്ച് രണ്ട് സൈഡും ഷേപ്പ് അടിച്ചെടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ബ്ലൗസിൻ്റെ അടിഭാഗത്തും ഒരു പീസ് തുണി വെച്ച് അരികടിച്ച് അകത്തോട്ട് മടക്കി അടിച്ചെടുക്കണം. ഇനി ബാക്കിൽ കൊളുത്തും കൂടി പിടിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്ലൗസിൻ്റെ പണി കഴിഞ്ഞു. ഇനി നമുക്ക് സ്കേർട്ടിൻ്റെ സ്റ്റിച്ചിങ് നോക്കാം. ഞാൻ ബോക്സ് പ്ലീറ്റാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഈ തുണിയുടെ ഡിസൈൻ ഇങ്ങനെ മാറി മാറി വരുന്നതുകൊണ്ട് ഗോൾഡ് കളറ് ഫ്രണ്ടിൽ വരുന്ന രീതിയിലാണ് മടക്കിയെടുത്തേക്കുന്നത്. ഇങ്ങനെ ഫോൾഡ് ചെയ്തപ്പോൾ ഒരു പ്ലീറ്റ്സിന് 3 ഇഞ്ചോളം വീതി വരുന്നുണ്ട് കാണുന്നിടത്ത്. അപ്പോൾ ഏകദേശം 8 ഇഞ്ച് വീതിയിൽ ഉള്ള തുണി എടുക്കുമ്പോഴാണ് ഈ 3 ഇഞ്ച് ഇൻ എഫക്റ്റിൽ വരുന്നത്. അപ്പം അതിനനുസരിച്ച് കാൽക്കുലേറ്റ് ചെയ്യുക. എനിക്ക് അരവണ്ണം 21 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഏകദേശം 56 ഇഞ്ച് വേണം. അപ്പോൾ ഞാൻ തയ്യൽ തുമ്പ് എല്ലാം കൂടി ഒരു 60 ഇഞ്ചിനടുത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 24 ഇഞ്ച് ഇറക്കം എടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഞാൻ എളുപ്പത്തിന് വേണ്ടി എല്ലാം ഇങ്ങനെ പിൻ ചെയ്തു. എന്നിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുത്തെടുക്കുകയാണ്. ഇങ്ങനെ സ്റ്റിച്ച് ഇട്ട് കൊടുത്തെടുത്തിട്ടുണ്ട്. പിന്നെ അടിഭാഗം ഇങ്ങനെ അകത്തോട്ട് രണ്ടായിട്ട് മടക്കി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിൽ ഒരു 3 ഇഞ്ച് വീതിയിലുള്ള ഒരു പട്ട വെച്ച് കൊടുക്കണം, വള്ളി ഇടാൻ വേണ്ടി. 3 ഇഞ്ച് വീതിയിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് അതിനെ രണ്ടായിട്ട് മടക്കുക. എന്നിട്ട് മുകളിൽ ഇതുപോലെ വെച്ചിട്ട് സൈഡിൽ കൂടെ സ്റ്റിച്ച് ഇട്ട് കൊടുത്തെടുക്കുക. എന്നിട്ട് അതിനെ നേരെ ആക്കിയിട്ട് അതിൻ്റെ മുകളിൽ കൂടെ നമുക്കൊരു സ്റ്റിച്ച് ഇട്ട് കൊടുത്തെടുക്കാം. ഇതിപ്പോൾ ഞാനങ്ങനെ ചെയ്തിട്ടുണ്ട്. മുകളിലോട്ടാക്കി മുകളിൽ കൂടെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിപ്പോൾ വള്ളിയൊക്കെ ഇടാനാണെങ്കിൽ ഇതിൻ്റെ സൈഡ് അറ്റം, ആ പട്ട വെച്ച് കൊടുത്തതിൻ്റെ അറ്റം നമുക്കൊന്ന് അകത്തോട്ട് ഇങ്ങനെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് വേണമായിരുന്നു പട്ട വെക്കാൻ. ഞാനത് നേരത്തെ പറയാൻ മറന്നുപോയി. ഇങ്ങനെ ഒന്ന് മടക്കിയിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് അടിച്ചു കൊടുക്കണം. അങ്ങനെ സൈഡ് അടിച്ചു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ രണ്ടറ്റം കൂട്ടി വെച്ചിട്ട് സൈഡിൽ കൂടെ അടിച്ച് ജോയിൻ ചെയ്തെടുക്കാം പാവാട. സ്കേർട്ടിന് ഇനി വള്ളി തയ്ക്കാനുള്ള തുണി ഞാനിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എത്ര നീളം വേണോ അതിനനുസരിച്ച് കട്ട് ചെയ്യുക. അതിനുശേഷം അത് രണ്ട് സൈഡിൽ നിന്നും അകത്തോട്ട് മടക്കിയിട്ട് പിന്നെ നടുവേ മടക്കുക. എന്നിട്ട് മുകളിൽ കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം നമുക്ക്. വള്ളി അങ്ങനെ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി അറ്റത്ത് ഒരു ഹാങ്ങിങ്ങിന് വേണ്ടി ഒരു സ്ക്വയർ പീസ് തുണി എടുത്ത് ഇങ്ങനെ ഡയഗണലി മടക്കി അതിൻ്റെ മുകളിൽ ഇങ്ങനെ വള്ളി വെച്ചിട്ട് അത് തുണി ഇങ്ങനെ അടയ്ക്കുക. എന്നിട്ട് വള്ളീനെയും കൂട്ടിക്കൊണ്ട് അതിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ രണ്ട് ഹാങ്ങിങ്ങും വെച്ചു ഇത് ചെയ്തെടുത്തിട്ടുണ്ട്. അറ്റം ഞാൻ ഇങ്ങനെ മടക്കി അടിച്ചിട്ടുണ്ട്. ഇനി ഈ കെട്ടുന്നതിൻ്റെ അവിടെ ഒരു കൊളുത്തും കൂടി വെച്ച് കൊടുത്താൽ നല്ല വൃത്തിക്ക് ആണോളും സ്കേർട്ട്.